ഹലോ, രാവിലെ നല്ല മഴയാണ് കേട്ടോ. പുറത്ത് എന്തെങ്കിലും പണി ചെയ്യാന്ന് ഓർത്തപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള മഴയാണ്. മഴ തോർന്നു കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പറമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീണ് പോയിട്ടുണ്ടാവും, നോക്കിയിട്ട് വരാമെന്ന്. ഇന്ന് നമുക്ക് പറമ്പിലെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. ആദ്യം പേരയ്ക്ക പറിച്ചെടുത്തു. കുറച്ച് പേരയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായ റംബൂട്ടാനാണേ. ഇത് ചുമന്ന റംബൂട്ടാൻ, ഇത് മഞ്ഞ റംബൂട്ടാൻ. പക്ഷെ ഒന്നും പാകമായിട്ടില്ലേ. മഴയായതുകൊണ്ട് ഒന്നും നമുക്ക് നന്നായിട്ട് കിട്ടില്ല കേട്ടോ. കൂടുതലും വാവല് കൊണ്ടുപോകും. നമ്മുടെ ബ്ലോക്ക് പ്ലാവിലെ ചക്ക വിളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവസാനത്തെ ചക്കയാട്ടോ. ബാക്കിയെല്ലാം പറിച്ചെടുത്തു. ഇനിയും കള വരുന്നുണ്ട്, ഉടനെ തന്നെ കിട്ടുമായിരിക്കും. ഇത് ഏതാ തേങ്ങ എന്നറിയോ? ചെന്തെങ്ങാണ് കേട്ടോ. ഇതാണെങ്കിൽ നല്ല കളറുള്ള ചാമ്പങ്ങ കേട്ടോ. നിറച്ച് പിടിക്കാറുണ്ട്, പക്ഷെ മുഴുവൻ ഇപ്പൊ താഴ്ചാടിപ്പോയി. ഇത് വേറൊരു ചാമ്പയാട്ടോ. അത് ആനച്ചാമ്പ എന്നൊക്കെ പറയും, ചിലർ ഇത് ആപ്പിൾ ചാമ്പ എന്നൊക്കെ പറയും കേട്ടോ. അതിൽ കായ തീർന്നു കഴിഞ്ഞു, ലാസ്റ്റ് ഒരെണ്ണം കിട്ടിയേ. ഇവിടെയാണെങ്കിൽ എന്നും മഴയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വിളവ് അധികം നമുക്ക് കിട്ടുന്നില്ല, എല്ലാം ഇങ്ങനെ നശിച്ചു പോവുകയാണ്. ഇത് കാന്താരി ചീനിയാണ് കേട്ടോ. നമ്മുടെ പറമ്പ് നിറയുണ്ട്. പിന്നെ ഇതാണെങ്കിലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടതാണ്. റെഡ് ലേഡി പപ്പായാണ് കേട്ടോ. പിന്നെ വഴുതനങ്ങ ഉണ്ടായി, വഴുതനങ്ങയൊക്കെ പറിച്ചു. പിന്നെ മൽബറിയൊക്കെ നിറച്ചുണ്ടാവുമായിരുന്നു കേട്ടോ. പക്ഷെ മഴയായതുകൊണ്ട് എല്ലാം കൊഴിഞ്ഞു പോയി. പിന്നെ ആണെങ്കിലേ ഞങ്ങൾ കുറച്ച് നാളായി കേട്ടോ തേങ്ങ ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ മുഴുവനും ഇങ്ങനെ ഉണങ്ങി താഴെ ചാടുകയാണേ. അങ്ങനെ അതൊക്കെ പെറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ഏലച്ചെടിയാണേ. മൂന്നാറ് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. അതിവിടെ ഉണ്ടാവും അറിയില്ല. പിന്നെ ഈ നിൽക്കുന്നത് കൊക്കോയാണ്. കൊക്കോ നിറച്ചുണ്ടായിരുന്നു, ഞങ്ങളിപ്പം കുറേ വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇത് ഞാലിപ്പൂവൻ കായാണ്. ഈ നിൽക്കുന്ന മരം ഏതാണെന്നോ? കറിവേപ്പാണ് കേട്ടോ. ഞങ്ങൾക്ക് പറിക്കാൻ പോലും പറ്റാതെ അത്രയും മുകളിൽ നിൽക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്ന സ്ഥലമാണ്. ഇതേ നോക്കിയ ചക്ക എല്ലാം വീണ് പോകുന്നുണ്ട് കേട്ടോ. ഇത് തേൻവരിക്കയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ വിഷമം തോന്നും. ഏറ്റവും മേളിലായിട്ടാണ് നിൽക്കണം, നമുക്ക് പറിക്കാൻ പറ്റില്ല. എല്ലാം തന്നെ പഴുത്ത് നിൽക്കുവാണ്. പിന്നെ ഇവിടെ നിറയെ ഇതേ കാപ്പിമരമാണ് കേട്ടോ. കാപ്പി കൃഷി ചെയ്യുന്നതാണ്. ഇതിന് മേളിലോട്ടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. അതിൽ കാപ്പിക്കുരു നിപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, കുരുമുളകും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പല സ്ഥലത്തായിട്ടും കൊടി വിട്ടിട്ടുണ്ട്. ഇനിയാണ് തേങ്ങ പറക്കൽ മഹാമഹം കേട്ടോ. ഇത് പല സ്ഥലത്തായിട്ടും തേങ്ങ വീണെടുപ്പുണ്ടപ്പോൾ ഞങ്ങൾ 2-3 ട്രിപ്പായിട്ട് കൊണ്ടുവന്ന് മേളിൽ ഇട്ടിട്ട് വന്നു. പറിച്ച് ചാമ്പങ്ങ എല്ലാം കഴിച്ചു നോക്കി കേട്ടോ. ആ വലിയ ചാമ്പങ്ങയ്ക്ക് വെള്ളച്ചൊവയാണേ, മധുരം ഇല്ലായിരുന്നു. ചെറിയ ചാമ്പങ്ങ ഇച്ചിരി നല്ല മധുരത്തോടെ ഇരുന്നു കേട്ടോ. ചിലപ്പോൾ മഴയായതുകൊണ്ടായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, കുഞ്ഞു മുളകാണേ. ഇത് പാഷൻ ഫ്രൂട്ട്. പിന്നെ അല്ലറ ചില്ലറ കൃഷികളും ഒക്കെ കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ഒക്കെ ആയാലും വിഷാംശമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ നിൽക്കുന്ന എന്താന്ന് മനസ്സിലായോ? ഇത് കൂവളമരമാണ് കേട്ടോ. ശിവന് നമ്മൾ കൂവളത്തല കൊണ്ട് മാല കെട്ടിയിട്ട് കൊടുക്കൂലേ, ആ ഇലയാണ്. ഇവിടെ അമ്പലത്തിൽ പോകുന്നവരൊക്കെ വന്ന് പറിച്ചിട്ട് പോകാറുണ്ട്. ഇത് വീട്ടിൽ നടുന്നത് നല്ലതാന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഈ ഒരു ചെടിയില്ലേ, ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല. ഇവിടുത്തെ ചാച്ചനൊക്കെ പറയുമായിരുന്നു ഇത് ഷുഗറിന് നല്ലതാണ്, ഇതിൻ്റെ വേര് ഇടിച്ച് പിഴിഞ്ഞിട്ട് കുടിക്കും എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഇത് പറമ്പിൽ ഒരുപാടുണ്ട് കേട്ടോ. ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ പേരറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് പേരറിയാത്തതും ഔഷധ ഗുണങ്ങൾ അറിയാത്തതുമായിട്ടുള്ള ചെടികൾ ഒരുപാട് ഈ പറമ്പിൽ നിന്ന് വളരുന്നുണ്ട് കേട്ടോ. പിന്നെ കോവല് പടർത്തിയിട്ടുണ്ട്, ഒരുപാട് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മുട്ടിട്ട് ഇപ്പോൾ പൂവ് ആയി വരുന്നുണ്ട്. കുറച്ച് പച്ചക്കറിയെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഈ വിഷാംശം കലർന്നത് മേടിക്കാണ്ടിരിക്കാം. അതുപോലെ ഈ നിൽക്കുന്ന എല്ലാം കുരുമുളകാണ് കേട്ടോ. ഒരുപാട് കുരുമുളകിൻ്റെ കൊടികൾ വിട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് കണ്ടില്ലേ, അതുപോലെ പറമ്പ് നിറച്ച് കുരുമുളകിൻ്റെ കൊടികൾ പടർന്ന് നിൽപ്പുണ്ടേ. മഴയായത് കാരണം ഇതുവഴിയൊന്നും നടക്കാൻ പറ്റണില്ല കേട്ടോ. മുഴുവൻ വെള്ളമാണേ. പിന്നെ ഇതിൻ്റെ പുറകിലേക്ക് റബ്ബർ കൃഷിയുണ്ട്. റബ്ബർ എല്ലാം കവർ ചെയ്ത് നിർത്തിയേക്കും. ഇപ്പം മഴ ആയതുകൊണ്ട് വെട്ടൊന്നുമില്ല. പിന്നെ അവിടെ ഒരാൾ ഒളിച്ച് നിൽപ്പുണ്ട്, ഞാൻ കണ്ടില്ലായിരുന്നു, ആദ്യമായിട്ട് കായ്ച്ചതാണ് കേട്ടോ. പിന്നെ ഇത് ഇലിമ്പി മരം, പുളിഞ്ചി മരം എന്നൊക്കെ പറയുന്നത് ഒരുപാട് കായ ഉണ്ടാവാറുണ്ടേ. പിന്നെ ഇത് മഞ്ഞളാണ്. ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളതെല്ലാം വെട്ടിയെടുത്തിട്ട് മഞ്ഞൾ പൊടിച്ചു വെച്ചു കേട്ടോ. ഇത് വേറൊരു ഇനത്തിലെ ചാമ്പയാണ്, വെള്ളച്ചാമ്പ എന്ന് പറയും കേട്ടോ. കുറേ ഇനത്തിലെ ചാമ്പ നട്ടിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് കേട്ടോ പറമ്പിലെ മെയിനായിട്ടുള്ള വിളകൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിറയെ കാന്താരി ഉണ്ടെന്ന്. അപ്പോൾ കാന്താരി ചെടിയിലെ കാന്താരി എല്ലാം ഞങ്ങൾ പറിച്ചെടുത്തു കേട്ടോ. കുറേ ഭാഗത്ത് നിപ്പുണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇടുക്കിയുടെ മണ്ണിലെ വിളവ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ടാറ്റാ, ബൈ.